Hi everyone, welcome back to my YouTube channel. Hope you all are doing great. So are we. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് ഫ്ലവർ പവർ പെൻഡ്രിത്ത് എന്ന് പറയുന്ന ഒരു നഴ്സറിയിലാണ്. ഇവിടെ പ്ലാന്റ്സ് മാത്രമല്ല കുറേ ഇങ്ങനെ ഹോം ഡെക്കോർ ഐറ്റംസ് ഒക്കെ ഉള്ളൊരു ഷോപ്പാണ്. ഇന്ന് ഞങ്ങൾ മെയിനായിട്ട് ഇവിടെ വന്നത് ഒരു വെജിറ്റബിൾ ഗാർഡൻ സെറ്റപ്പ് ചെയ്യാൻ കുറച്ച് നാളായി ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഷോപ്പിങ്ങിനായിട്ടാണ് വന്നത്. അപ്പോൾ എന്തായാലും നമുക്കത് കാണാം. ഇപ്പോൾ ഇവിടെ സമ്മർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കളർഫുൾ ഫ്ലവേഴ്സൊക്കെ കാണാൻ പറ്റിയൊരു സമയമാണ്. അപ്പോൾ ലാസ്റ്റ് ടൈം ഞങ്ങൾ ഒരു സമ്മർ ടൈമിൽ തന്നെയാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനത്തെ ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇത്തവണ ഞങ്ങൾ അത് വിട്ടിട്ട് വെജിറ്റബിൾസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞു. ഇനി അടുത്ത വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇതിനെ എങ്ങനെ ഒരു കുഴപ്പമില്ലാണ്ട് വീട് വരെ എത്തിക്കും എന്നുള്ളതാണ്. എങ്ങനെയൊക്കെയോ ഞങ്ങൾ ഇതിനെ കാറിൽ കയറ്റി. അവസാനം നോക്കിയപ്പോഴത്തേക്കും കാറ് കാണാൻ ഒരു സഞ്ചരിക്കുന്ന ഫോറസ്റ്റ് പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് ഡേ ഗാർഡൻ സെറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങി. ജാൻവിയും ഞങ്ങളുടെ കൂടെ കൂടിയിട്ടുണ്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം എന്തായാലും മാവ് നട്ടിട്ട് വെജിറ്റബിൾ ഗാർഡൻ സെറ്റ് ചെയ്യാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഞങ്ങൾ 1.5 മീറ്റേഴ്സ് ലെങ്ത് വരുന്ന 2 വെജിറ്റബിൾ ബെഡാണ് ഓർഡർ ചെയ്തത്. അത് അസംബിൾ ചെയ്യുന്നത് വാസ് നോട്ട് ദാറ്റ് ഡിഫിക്കൾട്ട്.
ബട്ട് അതിൻ്റെ ഉള്ളിൽ സാൻഡ് ഫില്ല് ചെയ്യുന്നത് ഓ മൈ ഗോഡ് വാസ് റിയലി 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 ടഫ്. ഓരോ ബെഡിലും 1 ടൺ സാൻഡ് വേണ്ടി വന്നു ഞങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ. അത് ടോട്ടൽ 2 ടൺ സാൻഡ് ഞങ്ങൾ ആ ബെഡിൽ ഫില്ല് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അന്ന് ആ പ്ലാന്റും കൂടെ ചെയ്യാനുള്ളൊരു എനർജി ഇല്ലായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ വേറൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചേക്കുവാണ്. ഫൈനൽ റിസൾട്ട് ഞാൻ പിന്നെ കാണിക്കാം. നെക്സ്റ്റ് ഡേ എൻ്റെ പേരൻസിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ അവർക്ക് ഗിഫ്റ്റ് നോക്കാനായിട്ട് മോളിലുള്ള ഡസ്ക് എന്ന് പറയുന്ന ഷോപ്പിൽ ഞങ്ങൾ പോയി. അവിടെ ഇങ്ങനെ കാൻഡിൽസ്, ഫ്രേഗ്രൻസസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ്. ഇങ്ങനെ ഒരുപാട് വെറൈറ്റി ഓഫ് കാൻഡിൽസ് നമുക്കവിടെ കാണാം. അവർക്ക് ഗിഫ്റ്റ് നോക്കാനായിട്ട് വന്നതാണെങ്കിലും ഈ കാൻഡിൽ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ ഞാൻ ആ സ്ട്രോബെറി ഫ്ലേവർ കാൻഡിൽ എടുത്തു. പിന്നെ ഞങ്ങൾ അന്ന് ലഞ്ച് പുറത്തുനിന്ന് കഴിക്കാനായിരുന്നു പ്ലാൻ. അപ്പോൾ ഓൾറെഡി അച്ഛനും അമ്മയും ബ്രദറെല്ലാം റെസ്റ്റോറൻറ്റിൽ പോയി. അപ്പോൾ നമുക്കിനി ഗിഫ്റ്റൊക്കെ എടുത്തിട്ട് ഇവിടെ നിന്ന് റെസ്റ്റോറൻറ്റിൽ പോവാം. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ വെജിറ്റബിൾ ഗാർഡൻ്റെ ഏരിയ ഇപ്പോൾ ഇരിക്കുന്നത്. ഇനി ഇതിൽ പ്ലാന്റ് ചെയ്യുന്നതും അതിൻ്റെ അപ്ഡേറ്റ്സൊക്കെ ഇനി വരുന്ന വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എന്ന് സ്വന്തം സിഡ്നി.